ഗൈസ്, അപ്പോൾ നമ്മൾ ഡേ ഷിഫ്റ്റ് ചെയ്ത് നേരെ വീട്ടിലെത്തി. അപ്പോൾ എന്നിട്ട് ഞാൻ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ, അല്ലെങ്കിൽ നമ്മൾ ആ ഉറങ്ങി അങ്ങോട്ട് ഫ്ലോയിലാണ്ട് പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നമ്മൾ എണിച്ചങ്ങോട്ട് പോയി നേരെ പാലക്കാട്ടോട്ടായിട്ട് പോയത്. സംഭവം അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയത്, പക്ഷെ എന്തൊക്കെയാണ് നടന്നെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് കല്യാൺ 99 ആണ്. കുറേ റീൽസ് കണ്ടിട്ട് പൊരുവിൽ അങ്ങനെ പോയതാണ്, പക്ഷെ അവിടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ നേരെ സ്റ്റുഡിയോ പോയിട്ടോ. അതിന് മുമ്പ് നമ്മൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോ പോയി കുറച്ച് ഷർട്ടൊക്കെ, എനിക്ക് എന്താ അറിയില്ല, അപ്പോൾ കൂടുതലായിട്ട് ഞാൻ എല്ലാം ഷർട്ടാണ് എടുക്കുക. ഓഫീസിലേക്ക് വെയർ ചെയ്യാം എന്നുള്ള ആ ഒരു മൈൻഡിലാണ് കേട്ടോ, ഫുള്ള് ഷർട്ടായിരിക്കും. പിന്നെ അനിയനും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ സ്റ്റൈൽ യൂണിയൻ പോയി. അപ്പോൾ സംഭവം സ്റ്റുഡിയോ, സ്റ്റൈൽ യൂണിയൻ, 99 ഒക്കെ അടുപ്പിച്ച് നടക്കണമെന്ന് നമുക്ക് അധികം നടക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മൾ സ്റ്റൈൽ യൂണിയൻ പോയി. അവിടെ പോയിട്ട് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ടൈപ്പ് അല്ലെങ്കിൽ നോക്കണം എന്ന് വെച്ചിട്ടായിരുന്നു, പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. എനിവേ പിന്നെ നമ്മൾ വേറൊരു ചെറിയൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കടയിലും നമുക്ക് പറ്റിയില്ല. പക്ഷേ നമ്മൾ അവിടെ കുറച്ച് നേരം സ്റ്റക്കായി. കാരണം എന്താ വെച്ചാൽ മഴ പെയ്യായിരുന്നു കേട്ടോ, പക്ഷെ അടിപൊളി മഴ. പിന്നെ അമ്മ അവിടെ നിന്ന് ഒരു സാധനം എടുത്തില്ലല്ലോ വിചാരിച്ചിട്ട് അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ ഒരുമാതിരി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നുണ്ടോ. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നളന്ദ ഹോട്ടലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ എപ്പോഴും തന്നെ അവൻ അൽഫാം മന്തി എന്നായിരിക്കും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിരിയാണിയിലേക്ക്, മന്തിയിലേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റ് ആയപ്പോൾ ബിരിയാണിക്ക് അമ്മയ്ക്ക് മതി കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുക, പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാനല്ല, ഫുള്ള് വേസ്റ്റ് ആക്കണ്ടില്ല വെച്ചിട്ട് അവന് വാരി കൊടുക്കണം കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ജോബീസിൽ പോയിട്ട് കുറേ ആയിട്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളിൽ ഞാൻ പോളി പഠിക്കുന്ന സമയത്താണ് ഇപ്പോൾ ജോബീസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ജോബീസിൽ പോയി, അവിടെ ട്രെൻഡ്സ് ഉണ്ടല്ലോ വെച്ചിട്ട് പോയതായിരുന്നു, പക്ഷെ അത് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ സ്റ്റേഡിയം സ്റ്റാൻഡിലെത്തി. ബസ് വരെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് മറ്റേ ചളിയൊക്കെ ആയിട്ട് കേട്ടോ, മഴയൊക്കെ കൊണ്ട് അവിടെ ചോർച്ചയൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ ഭയങ്കര സീനായി കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ തച്ചമ്പാറ എത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നേരെ നമ്മൾ റിട്ടേൺ വീട്ടിലോട്ട് എത്തി. എന്നിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു കൺസിസ്റ്റൻസിയിലൊന്നും അല്ല വീഡിയോസ് ഇടുന്നത്. സോ എന്തെങ്കിലും ഒരു ദിവസം ഇടട്ടെ വെച്ചിട്ട് അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എത്രയുള്ളൂ. ഈ നാളെ ബൈ.